ഹലോ ഓൾ. അപ്പോൾ നീറ്റ് പരീക്ഷ വളരെ അടുത്തെത്തി കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞാൽ പരീക്ഷയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പരീക്ഷാ ഹാളിൻ്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള ചില കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷ ഹാളിൽ പോകുമ്പോഴുള്ള ഡ്രസ്സ് എന്താവണം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോകണം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഹാളിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള വളരെ കോമൺ ആയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള, ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ട എക്സ്പീരിയൻസ് എന്നുള്ള ചില മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കോമൺ പ്രോബ്ലംസ് ഇൻസൈഡ് നീറ്റ് എക്സാം ഹാൾ. ഓക്കെ, സോ വെൽക്കം ടു ദ വീഡിയോ. നിങ്ങൾ ഇതിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത് കോമൺ സെൻസ് ഈസ് സോ അൺകോമൺ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കോമൺ സെൻസ് എക്സാം ഹാളിൽ എത്തുമ്പോൾ മറക്കും. അത് നമ്മുടെ ടെൻഷൻ കാരണമോ മറ്റ് കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു സിനാറിയോ ഞാൻ പറയാം. നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുന്നു. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നു, ഇത് എന്നെ കളിപ്പിക്കാൻ വേണ്ടി എക്സാമിനർ ഇത്ര എളുപ്പമാവോ ക്വസ്റ്റ്യൻ? ഇത് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി എന്തോ ഒരു ട്വിസ്റ്റ് ഈ എക്സാം ക്വസ്റ്റ്യനിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അങ്ങനെ നമ്മൾ ആലോചിച്ച് ഇല്ലാത്തൊരു ട്വിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ തെറ്റായൊരു ഉത്തരം എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വളരെ ഇത്രക്ക് എളുപ്പം ഉണ്ടാവുമോ എന്നുള്ള തോന്നലൊന്നും വേണ്ട. ഇതിലെന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ആ പറഞ്ഞൊരു വാക്കിൽ എന്തോ വലിയ ട്വിസ്റ്റ് ഉണ്ടോ? എന്താണോ കോമൺ സെൻസ് അത് ഉപയോഗിക്കുക. ചിലപ്പോൾ ചില ട്വിസ്റ്റുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, പക്ഷേ നമ്മളില്ലാത്ത ട്വിസ്റ്റ് കണ്ടുപിടിക്കാൻ പോകരുത്. ഓക്കെ, അതേപോലെ നമ്മൾ കോമൺ സെൻസിൽ അല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു OMR പരീക്ഷയിൽ എഴുതുന്നത്, നമ്മളൊരു 3 ക്വസ്റ്റ്യൻ എഴുതി. 10A, 11A, 12A, 13 കൂടി A ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സംശയം, എന്തോ ഒരു തെറ്റുണ്ടോ? എന്താണ് ഈ എക്സാമിനർ 4 ക്വസ്റ്റ്യൻസ് എങ്ങനെ ഒരുമിച്ച് A വരുന്നത്? ഓക്കെ, ഇനിയിപ്പോൾ ഇത് A ആണെങ്കിൽ മുൻപത്തത് A ആവാതിരിക്കുമോ? അതിലെന്തോ പ്രശ്നമുണ്ടോ? അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിൽ എന്തോ പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ 12th ക്വസ്റ്റ്യനിൽ എന്തോ പ്രശ്നമുണ്ടോ? നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ ആരും ചെയ്യില്ല. ചിലപ്പോൾ 4, 5, 6 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരേപോലെ വരാം. ഓക്കെ, നിങ്ങളെ ക്വസ്റ്റ്യൻ കോഡ് അനുസരിച്ച് ചിലതൊക്കെ മിക്സ്ഡപ്പ് ആയിട്ടായിരിക്കും വരിക. അതേപോലെ തന്നെ ഒരു കോമൺ പൂളിൽ നിന്ന് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓർഡറിലൊന്നും നിങ്ങളാരും കളിപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത്തരം ടെൻഷൻസ് ഒക്കെ വിടുക. ഇതൊക്കെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ആദികൾ നമുക്ക് എക്സാം ഹാളിൽ തരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ സാധാരണ എക്സാമിൽ സംഭവിക്കുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, രണ്ടാമത് നെർവസ്നെസ്. ഇത് വളരെ റിയൽ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എപ്പോഴൊക്കെ നെർവസ്നെസ് വരാം? ഒന്ന്, ഫസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും ടഫറാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എന്താ പറയുക, നിങ്ങൾക്ക് ഓരോ കോഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടുക. ആ ഓരോ കോഡിനും എന്തുണ്ടാവും, അതിൻ്റേതായിട്ടുള്ള ഓർഡർ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ഫസ്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അത് സ്കിപ്പ് ചെയ്ത് പോകാം. നിങ്ങൾക്ക് പിന്നീട് അതിലോട്ട് കുറച്ച് ടൈം കൺസ്യൂമിങ്, ടഫ് എന്നുള്ള സംഭവം ഒരു ടൈം കൺസ്യൂമിങ് ആവും. യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു ദാറ്റ്. ഓക്കെ, നോ വറീസ്, നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഈ ഫോർഗെറ്റ് വാട്ട് എവർ ഐ സ്റ്റഡി, ഇതൊക്കെ നമുക്ക് ഉള്ള വെറും തോന്നലാണ്. നിങ്ങൾ ഒരു കൊല്ലമായിട്ട് പഠിക്കുന്ന കാര്യമൊന്നും ആ എക്സാം ഹാളിൽ എത്തുമ്പോഴൊന്നും ഫോർഗെറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതൊക്കെ നമുക്ക് ടെൻഷൻ കൊണ്ട് തോന്നുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ മനസ്സിലുറപ്പിക്കുക, നമ്മളൊന്നും മറക്കാൻ പോകുന്നില്ല. മറന്നു എന്ന് തോന്നിയാലും എന്തല്ല, അതൊന്നും മറക്കാൻ പോകുന്നില്ല. അതൊക്കെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഫ്ലോയിൽ നമ്മൾ അവിടെ എക്സാം എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയായിക്കോളും. ഇത് നമ്മൾ ഇപ്പോഴേ ആലോചിക്കുകയാണ്, എന്ത് ഞാൻ മറന്നു പോവോ, എനിക്ക് ഓർമ്മശക്തി കുറവാണ്, എനിക്ക് അവൻ്റെ അത്ര ഓർമ്മശക്തി ഇല്ല, എനിക്ക് അവളുടെ അത്ര ഓർമ്മശക്തി ഇല്ല, അപ്പോൾ ഞാൻ മറന്നു പോകാൻ എല്ലാവിധ സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോഴേ ആലോചിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചാൽ തീർച്ചയായും അവിടെ എത്തുമ്പോൾ ഈ തോന്നലൊക്കെ നമുക്ക് പുറത്തോട്ട് വരും. ഓക്കെ, അപ്പം അങ്ങനത്തെ തോന്നലൊന്നും ഇപ്പോഴേ വേണ്ട. നിങ്ങളുടെ ഒരു വർഷത്തെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും മറന്നു പോകാൻ പോകുന്നില്ല. സയൻറ്റിഫിക്കലി എന്തായാലും മറന്നു പോവില്ല. ഓക്കെ, ആ സമയത്ത് നമ്മൾ ബ്ലാങ്ക് ഔട്ട് ആവുന്നത് നമ്മുടെ ടെൻഷൻ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ടെൻഷൻ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മറന്നുപോയി എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. മറന്നുപോയി പോകുമോ എന്ന് ആലോചിച്ച ടെൻഷൻ വരുന്നത്, ആ ടെൻഷൻ കൊണ്ട് മറന്നു പോകും. ഓക്കെ, അപ്പോൾ മറന്നു പോകുമെന്നുള്ള ടെൻഷനെ ആദ്യം ഒഴിവാക്കുക. അപ്പോൾ പിന്നെ ആ ടെൻഷൻ വേണ്ടല്ലോ. വേറെ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി ടെൻഷൻ അടിക്കാനുണ്ട്. 3, എക്സാം ഈസ് വെരി ടഫ്. എഴുതി വരുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, ഇത് വളരെ ടഫാണല്ലോ, ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ, എനിക്ക് നീറ്റ് കിട്ടാനൊന്നും പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. എക്സാം ടഫാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം, ഇത് എല്ലാവർക്കും ടഫാണ്, എനിക്ക് മാത്രമുള്ള കാര്യമില്ല, ഇത് എല്ലാവർക്കും ടഫാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ഓക്കെ. കോമ്പറ്റീറ്റീവ് എക്സാം എല്ലാവർക്കും ടഫായ എന്താ, അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരും. അപ്പോൾ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പകുതി എത്തുമ്പോൾ നമുക്ക് ടെൻഷനാണ്, എക്സാം ഹാളിൽ കയറിയിട്ട് ഇത് ടഫായല്ലോ, ഇനി അപ്പോൾ ബാക്കിയുള്ള നമ്മൾ എഴുതാൻ പോകുന്നതിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ടഫാണെങ്കിൽ ഇത് എഴുതുന്ന 20 ലക്ഷം ആൾക്കാർക്ക്, 21 ലക്ഷം ആൾക്കാർക്ക് ഇത് ടഫാണ്. ഡോണ്ട് വറി. ഓക്കെ, എല്ലാവർക്കും ടഫാണ്. സോ എനിക്ക് മാത്രമായിട്ട് നടന്ന ഒരു സ്പെഷ്യൽ എക്സാം ഒന്നുമില്ല, എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നടത്തുന്ന എക്സാമാണ്. സോ അതിന് വറി ചെയ്യേണ്ട ആവശ്യമില്ല. വാട്ട് ഇഫ് ഐ ഫെയിൽ, ഇതാണ് 4ാമത്തെ പ്രശ്നം. ഞാൻ ഫെയിലായാൽ എന്താ സംഭവിക്കുക? എൻ്റെ പാരൻസിന് കൊടുത്തൊരു എക്സ്പെക്റ്റേഷൻ, ഞാൻ മുടക്കിയ ഒരു
ഒരുപാട് പണം അല്ലെങ്കിൽ എൻ്റെ പാരൻസ് മുടക്കിയ പണം ഇതൊക്കെ എന്ത് സംഭവിക്കും? ഇത് അൾട്ടിമേറ്റ്ലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഇത് കുറച്ച് ആളുകൾക്ക് കിട്ടും, കുറച്ച് ആളുകൾക്ക് കിട്ടില്ല. ദാറ്റ്സ് ദ റിയാലിറ്റി ഓഫ് ഇറ്റ്. ഓക്കെ, നമ്മൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടു, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, നമുക്ക് കഴിയാവുന്ന ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ എക്സാം എഴുതി. ഓക്കെ, ബാക്കി എന്താണ്? ദാറ്റ്സ് ഡെസ്റ്റിനി, നമ്മുടെ വിധിയാണ്. ആ വിധി നമ്മൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. ആൻഡ് ദാറ്റ് ബി ഓൾവേസ് ഗുഡ്നെസ് ഇൻ ഇറ്റ്. നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്താണോ കിട്ടുന്നത് അത് വാട്ട് എവർ ഇറ്റ് ഈസ്, അതിലെന്തുണ്ടാവും? അതിലൊരു നന്മ ഉണ്ടാവും എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ നമുക്ക് എപ്പോഴും വേണം. ദൈവം അതിലെന്ത് ചെയ്യും? നമ്മുടെ ഹാർഡ് വർക്കിന് അത് ചിലപ്പോൾ ഒരു MBBS സീറ്റ് തന്നോണമെന്നില്ല, എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കോണം. ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും MBBS കിട്ടും എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന 10,000 20,000 ആൾക്കാരുണ്ടാവും. അതിലെല്ലാവർക്കും MBBS കിട്ടൂല. ദാറ്റ്സ് എ റിയാലിറ്റി. പക്ഷേ നമ്മൾ നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് ഇടുന്നു. ആ ബെസ്റ്റ് എഫേർട്ടിന് നമുക്ക് എന്താണോ നമ്മുടെ ലൈഫിൽ ബെസ്റ്റ് ആവുന്നത് അത് തീർച്ചയായിട്ടും ദൈവം തരും എന്നുള്ളൊരു പ്രതീക്ഷ. ഈ പ്രതീക്ഷ ലൈഫിൽ, ശുഭാപ്തി വിശ്വാസം, പ്രതീക്ഷയൊക്കെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടാവുക. വി ഹാവ് ഡൺ വാട്ട് വി ക്യാൻ ഡു. നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡിസേർവിങ് ആയ നമുക്ക് എന്താണോ ഡിസേർവിങ് ആയത് കിട്ടും. അതിൽ നമ്മൾ സക്സസ്ഫുൾ ആവും. ഡോക്ടറായ എല്ലാവരും സക്സസ്ഫുൾ അല്ല, ഡോക്ടർ ആവാത്ത എല്ലാവരും അൺസക്സസ്ഫുൾ അല്ല, IIT പോയ എല്ലാവരും സക്സസ്ഫുൾ അല്ല, IIT പോവാത്ത എല്ലാവരും അൺസക്സസ്ഫുൾ അല്ല, അല്ലേ? ബട്ട് വി ആർ ടേക്കിംഗ് അവർ ബെസ്റ്റ് ചാൻസസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫെയിലായാൽ ലോകം ഒന്നും സംഭവിക്കില്ല, നമുക്കും ഒന്നും സംഭവിക്കില്ല. പിറ്റേന്നും സൂര്യൻ ഉദിക്കും, നമ്മൾ നമ്മുടെ വർക്ക് മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ എവിടെയാണോ, നിങ്ങൾ എന്തിനാണോ ജോയിൻ ചെയ്യുന്നത്, അത് ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജ് MBBSനായാലും വേറെ എവിടെയെങ്കിലും നിങ്ങളൊരു പാരാമെഡിക്കൽ കോഴ്സിനായാലും അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്ത വേറെ എന്തെങ്കിലും കോഴ്സിലായാലും നിങ്ങൾ നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആൻഡ് ഇഫ് യു ഹവ് ടേക്കൺ യുവർ ഓപ്ഷൻസ്, നിങ്ങൾക്ക് എന്തുണ്ടാവും? യു വിൽ ബി ഹാപ്പി വിത്ത് ദാറ്റ്. ആൻഡ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കും. ഈ ലൈഫിൽ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി മാറും. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഡോണ്ട് വെറി. ഓക്കെ, അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അടുത്തത് വരാവുന്ന ഒരു മിസ്റ്റേക്ക്, മെത്തേഡ്സ് ടു ആൻസർ. ഓക്കെ, ഒന്ന്, റീഡ് ഓൾ ദ ക്വസ്റ്റ്യൻ ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ്. ദെൻ എല്ലാ ക്വസ്റ്റ്യനും നോക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലും തുടങ്ങിയാലോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇത് 3 മണിക്കൂറിൽ 200 ക്വസ്റ്റ്യന് 180 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട ഒരു എക്സാമാണിത്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് അറിയാവുന്നത് വെച്ച് ചെയ്തു തുടങ്ങാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അറിയാത്ത കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ആ മാർക്ക് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പിന്നീട് യു ക്യാൻ കം ബാക്ക് ടു ഇറ്റ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളിങ്ങനെ കുറേ എഴുതുക, കുറേ ഇങ്ങനെ നോക്കി കുറേ വട്ടിട്ട് വെച്ച്, അതേപോലെ എക്സാം ചിലവരുണ്ട് പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, ലാസ്റ്റ് എഴുതാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും നല്ലൊരു മെത്തേഡല്ല. കാരണം ലാസ്റ്റ് എഴുതുമ്പോഴൊക്കെ നമുക്ക് തെറ്റി OMRൽ അങ്ങോട്ടോ ഒരു വരി തെറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ 4-5 ഒക്കെ നമ്മൾ ഒരു മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ള കോൺഫിഡൻസ് മുഴുവൻ പോകും. ഓക്കെ, സോ അത്തരം സ്റ്റുപ്പിഡിറ്റീസ് നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, നൗ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ വൺ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ 1 മിനിറ്റ് ആണുള്ളത്. മേ ബി ബയോളജി നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും, കെമിസ്ട്രിയും കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പറ്റും, ഫിസിക്സ് ഡെഫിനറ്റ്ലി ടേക്സ് ടൈം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ മേ ബി 2 മിനിറ്റിലധികമൊക്കെ മേ ബി ഫിസിക്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ദാറ്റ്. ഓക്കെ, അല്ലെങ്കിൽ 2.5 മിനിറ്റിലധികമൊക്കെ നിങ്ങൾക്ക് പോവുകയാണ്, നിങ്ങൾ ഒരു ലൈൻ ഓഫ് സൈറ്റിൽ നിങ്ങൾക്ക് ആൻസർ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതവിടെ വെച്ചിട്ട് ഡോണ്ട് വറി, നമുക്ക് പിന്നീട് വന്ന് നമുക്ക് ചെയ്യാൻ സമയം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അതവിടെ വെച്ചിട്ട് നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, കാരണം ഒരു ക്വസ്റ്റ്യന് നമ്മൾ അവിടെ എഴുതാൻ നിന്നാൽ ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പുറത്ത് നമുക്ക് നഷ്ടപ്പെടാൻ. ഈച്ച് ക്വസ്റ്റ്യൻ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടും എന്ന് വെച്ചാൽ നമ്മളൊരു ടൈം ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ഒരു പ്ലാനിങ് അനുസരിച്ച് ഞാൻ 2 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ 2 മിനിറ്റ് എടുക്കണ്ട. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ബേബി ബയോളജി ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾ ആവറേജ് എത്ര സമയം എടുക്കും, കെമിസ്ട്രി ഓൺ ആവറേജ് നിങ്ങൾ എത്ര സമയം എടുക്കും, ഫിസിക്സ് ഓൺ ആവറേജ് എത്ര സമയം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഏത് സമയം വരെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതിന് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി വേണം, നിങ്ങൾക്കൊരു പ്ലാനിങ് വേണം. ഞാൻ പറഞ്ഞു തരേണ്ടതൊന്നല്ല, ഞാനിപ്പോൾ ഇന്ന് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പ്ലാൻ പറഞ്ഞു തരുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തൊരു കാര്യം ഉണ്ടാവും, നിങ്ങൾക്ക് വർക്ക് ആവുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ചെയ്യുക. അതിലപ്പുറമുള്ള ഒരു സമയത്തോട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യരുത്. ഓക്കെ, ഇനി ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കണം, ആൻസർ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കരുത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. അവിടെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് വരാൻ സാധിക്കും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സൈഡ്, അതായത് നമ്മുടെ സ്വാഭാവികമായിട്ടും നിങ്ങൾ മേ ബി സർക്കിൾ ചെയ്ത് വെക്കുകയായിരിക്കും ചെയ്യുക, അല്ലെ? ആ സർക്കിൾ ചെയ്യുന്ന സൈഡിൽ നിങ്ങൾ ഒരുപാട് കാൽക്കുലേഷൻസ്, ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യാതിരിക്കാൻ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ സർക്കിൾ ചെയ്ത് മിസ്സായി പോകാനും സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ OMR ആൻസറിങ്, ഇത് ഒരുപാട് ആൾക്കാർക്ക് വരുന്നൊരു മിസ്റ്റേക്കാണ്. നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾ കറക്റ്റായിട്ട്
നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ആണോ ആ ക്വസ്റ്റ്യൻ നമ്പർ നോക്കി കൈ കൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് കൈകൊണ്ടൊന്ന് വരച്ച് നോക്കിയിട്ട് അതിൽ തന്നെയാണ് ആൻസർ ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വിട്ടാലൊക്കെ അപ്പം ക്വസ്റ്റ്യൻ നമ്പർ മാപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 4-5 ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരു ഓർഡറിൽ ചെയ്തതിന് ശേഷം ഒരു വരി മേലോട്ട് ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു, അയ്യോ ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. വളരെയധികം വിമർശിക്കപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു, കറക്കി കുത്താൻ പാടുണ്ടോ എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 600 അല്ലെങ്കിൽ 620+ സ്കോർ ചെയ്താലാണ് നമുക്ക് MBBS കിട്ടുക. ഒരു 620 നിങ്ങൾ ഒരു തെറ്റും വരുത്താതെ നിങ്ങൾ സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം? നിങ്ങളൊരു 155 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ആൻസർ ചെയ്യണം, പ്രൊവൈഡ് ദാറ്റ് ഒന്നും തെറ്റില്ല. ഓക്കെ, അതല്ല നിങ്ങളൊരു 165 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടാവുന്ന മാർക്ക് എത്രയാണ്? ഒരു 660 മാർക്കാണ്. ഓക്കെ, അതിൽ നിന്ന് ഒരു 10 തെറ്റിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് പോകും? 50 മാർക്ക് കൂടി ഒരു 610 ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ മാക്സിമം ആൻസർ ചെയ്യുക എന്നുള്ളത് നീറ്റ് എക്സാമിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് സ്ട്രാറ്റജി സ്വീകരിക്കാം. ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക. ഫോർ എക്സാമ്പിൾ എന്താ ചെയ്യുക? കാൽക്കുലേറ്റ് റിസ്ക് എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് 2-ൽ ഏതാണ് കറക്റ്റ്, 2 ഓപ്ഷൻസ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് 2-ൽ ഏതാണ് കറക്റ്റ് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 5 ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതണം. ഓക്കെ, ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. ഇപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത് നിങ്ങളൊരു വേദവാക്യമായി സ്വീകരിച്ചു പോകേണ്ട. ഞാനാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആ 5 ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതുക. ഓക്കെ, കാരണം ആ 5 ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ യു ആർ നോട്ട് ടേക്കിംഗ് എ കാൽക്കുലേറ്റഡ് റിസ്ക്. അത് നമുക്ക് തെറ്റാൻ ഒരു 50-50 പ്രോബിലിറ്റി നമുക്ക് എപ്പോഴും ഉണ്ട്. ഓക്കെ, പക്ഷേ 5 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അത് പോസിറ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റിസ്ക് എന്ത് ചെയ്യണം? നമ്മൾ അത്തരത്തിലുള്ള റിസ്ക് എടുക്കുക. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു 6-7 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിസ്ക് എടുക്കുക. ഡോണ്ട് ഡു ഇല്ലോജിക്കൽ ഗസ്സിങ്. നമ്മൾ കറക്കി കുത്താന്ന് പറയുമ്പോൾ തോന്നുന്ന പോലെ കറക്കി കുത്തരുത്. ഓക്കെ, അത് നമുക്ക് അനാവശ്യമായി മാർക്ക് കളയാനേ സാധ്യതയുള്ളൂ. ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അങ്ങനെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കറക്കി കുത്തുക. ഓക്കെ, ഈ കറക്കി കുത്തുക എന്ന് പറഞ്ഞാൽ ഈ കാൽക്കുലേറ്റഡ് ഗസ്സാണ്. ഓക്കെ, അല്ലാതെ നിങ്ങളിങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതുക എന്നുള്ളതല്ല ഞാൻ കറക്കി കുത്തുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഡോണ്ട് ഓവർ ഗസ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു 4 ഓപ്ഷനിൽ 2 ഓപ്ഷൻ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. ഒരു ഓപ്ഷൻ ആവാനാണ് സാധ്യത കൂടുതൽ. ഒരു 75% ഇതാണ്, 25% അതാണ്. നമ്മൾ ഓവർ ആലോചിച്ച് ഇതാവില്ല, എന്നെ പറ്റിക്കാനുള്ള എന്തോ എലമെൻ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ 25% പ്രോബിലിറ്റി ഉള്ളത് നമ്മൾ കുത്തും. ഓക്കെ, ഇത്തരം ഈ പറഞ്ഞ പോലെ നോൺസെൻസ് ആയിട്ടുള്ള കോമൺ സെൻസിക്കൽ അല്ലാത്ത കാര്യങ്ങൾ, ഒരു ഓവർ ഗസ്സിങ് സംഭവങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആദ്യം ഏത് എഴുതണം? ഫിസിക്സ് എഴുതണോ, കെമിസ്ട്രി എഴുതണോ, ബയോളജി എഴുതണോ? ഇതിൽ ഞാനൊരു ഉത്തരം പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാനൊരു ഉത്തരം പറഞ്ഞിട്ടല്ല നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഇത്രയും കാലം ഫോളോ ചെയ്തൊരു സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയിൽ ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അത് ഞാൻ പറഞ്ഞാലും വേറെ ആരെങ്കിലും പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. ചില ആൾക്കാർക്ക് ഒപ്പീനിയൻ ഉണ്ടാവും കെമിസ്ട്രി എഴുതണം, ചില ആൾക്കാർക്ക് ഒപ്പീനിയൻ ഉണ്ടാവും ബയോളജി എഴുതണം, ചില ആൾക്കാർക്ക് ഒപ്പീനിയൻ ഉണ്ടാവും ഫിസിക്സിന് സമയം കൂടുതൽ എടുത്തിട്ട് ഫിസിക്സ് ആദ്യം എഴുതണം, ബാക്കിയുള്ള കുറച്ചും കൂടി സമയം നമുക്ക് എടുക്കാം, കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾ എന്താ പറയുക, പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വർക്കായ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് വർക്കാവുന്ന അതിലിപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും വരുത്താൻ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിൽക്കണ്ട. എക്സാമിന് പോകുന്നതിന് മുമ്പ് നാളെ ഒരു ദിവസം അല്ലെങ്കിൽ ഇന്ന് റിലാക്സ് ചെയ്യുക. ഡോണ്ട് ബി ടെൻസ് ദാറ്റ് യു ഹാവ് ഫോർഗോട്ടൺ എവറിത്തിങ്. നിങ്ങൾ അങ്ങനത്തെ ഒരു ടെൻഷനേ വേണ്ട, നിങ്ങളെല്ലാം മറന്നുപോയി എന്നുള്ളതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഒരു ടെൻഷനും വേണ്ട, ഒക്കെ അവിടെ ഉണ്ട്. അത് നിങ്ങൾ ടെൻഷൻ അടിച്ചാലാണ് നിങ്ങൾ മറന്നു പോവുക. ഓക്കെ, പിന്നെ ഹാവ് എ ഗുഡ് സ്ലീപ്പ്. നന്നായിട്ട് ഉറങ്ങുക. നന്നായിട്ട് ഉറങ്ങിയിട്ട് വേണം എക്സാം ഹാളിൽ പോകാൻ. തലേ ദിവസം പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഉറങ്ങുക. നമുക്ക് എന്താ പറയുക, ഒരു ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്കൊക്കെ ഉണ്ടാവും. നമ്മൾ 10 മണിക്ക് ഉറങ്ങാൻ കിടന്നാൽ ചിലപ്പോൾ 1 മണിക്ക് ഉറങ്ങുള്ളൂ. അപ്പോൾ 7 മണിക്കേ കിടക്കുക, എന്നാലേ നമ്മൾക്ക് 10 മണിക്ക് ഉറങ്ങാൻ സാധിക്കുള്ളൂ. കാരണം തലേ ദിവസം ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു വർക്ക് ഒരുപാട് കാലം വർക്ക് ചെയ്ത്, എന്തൊക്കെ നമ്മുടെ ടെൻഷൻ ഫ്രീ എന്ന് പറഞ്ഞാലും ഒരുപാട് കാലം വർക്ക് ചെയ്തതിൻ്റെ ഒരു ടെൻഷൻ നാളെയാണല്ലോ ഡിസൈഡ് ചെയ്യപ്പെടുന്നുള്ള ചിന്തയൊക്കെ നമുക്ക് ഉണ്ടാവും. ഓക്കെ, എനിക്ക് കിടക്കാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് നേരത്തെ കിടക്കുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ദിവസം എന്തോ പ്രത്യേകിച്ച് മറിക്കാനൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നല്ല ഫുഡ് വീട്ടിൽ നിന്ന്, നാളെ ഉറപ്പായിട്ടും വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ലാസ്റ്റായിട്ട് പറയാനുള്ളത് ട്രസ്റ്റ് യുവർ സെൽഫ്
ആൻഡ് ട്രസ്റ്റ് യുവർ മെത്തേഡ്സ്. നിങ്ങളുടെ മെത്തേഡ്സിനെ നിങ്ങളെ തന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ലാസ്റ്റ് മിനിറ്റിൽ പ്രത്യേകിച്ച് സ്ട്രാറ്റജി മാറ്റത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളെന്താണോ മനസ്സിൽ, ഇപ്പം ഞാനിവിടെ ഗസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങളത് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. നിങ്ങൾക്ക് വർക്കാവുന്ന ഒരു മെത്തേഡ് ഉണ്ടാവും, നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കൊരു 640 എത്താൻ 650 എത്താൻ അല്ലെങ്കിൽ 700 എത്താൻ നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ, അതെന്താണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, വേറെ ആരും ഇപ്പം എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. അതായത് മീൻസ് നിങ്ങളുടെ സ്ട്രാറ്റജീസിൽ മറ്റെന്തെങ്കിലും ഒരു ചേഞ്ച്, അവരെങ്ങനെയാണ് ചെയ്യുന്നത്, ഇവരങ്ങനെയാണ് ചെയ്യുന്നത്, ഈ സാർ അങ്ങനെയാണ് പറഞ്ഞത്, ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൻ്റെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത്, ഇപ്പോൾ അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ മെത്തേഡിനെയും നിങ്ങളെയും ട്രസ്റ്റ് ചെയ്യുക. ദാറ്റ് വിൽ വർക്ക് ബെസ്റ്റ് ഫോർ യു. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. നിങ്ങളുടെ എക്സാമിൻ്റെ മറ്റ് വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അതേപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വരുത്താവുന്ന മിസ്റ്റേക്സ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് തന്നെ വീഡിയോ മുഴുവൻ പരിശോധിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, സോ താങ്ക്സ് ലോട്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം ടു ഓൾ മൈ brilliant students. Okay, thanks a lot. Bye.